എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. കേരള PSC 2025 മെയ് മാസത്തിലെ എക്സാം ടൈം ടേബിൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ഒരു മാസത്തിലുള്ള പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള എക്സാം 2025 മെയ് മാസത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിവിധ കാറ്റഗറിയിലായിട്ട് ഈ ഒരു തസ്തികയിലേക്ക് വിളിച്ചിരിക്കുന്ന പരീക്ഷ, സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ചിരിക്കുന്ന ഈ ഒരു പരീക്ഷ 2025 മെയ് മാസത്തിലാണ് ഈ ഒരു പരീക്ഷ കേരള PSC ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് ഈ ഒരു ടൈം ടേബിളിൽ അതിൻ്റെ സിലബസും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടന്റ്, നമ്മൾ പ്രതീക്ഷയോടെ കാത്തിക്കുന്ന നല്ലൊരു പോസ്റ്റാണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. ആ ഒരു പരീക്ഷയും 2025 മെയ് മാസത്തിലാണ് കേരള PSC പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആ ഒരു തീയതി പറയുന്നത് 10/5/2025 വിവിധ കാറ്റഗറി ആയിട്ട് ഡിവിഷണൽ അക്കൗണ്ട് തസ്തികയിലേക്ക് വിളിച്ചിരിക്കുന്ന പരീക്ഷ കോമൺ ആയിട്ട് നടത്തുന്നത് 10/5/2025 അതിന്റെ പ്രിലിമിനറി എക്സാം ആണ്. വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഈ പരീക്ഷ കടന്നു പോകുന്നത്. അതിലെ പ്രിലിമിനറി എക്സാം ആണ് മെയ് മാസത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അതിന്റെ തീയതിയും ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് വിഭാഗത്തിൽ എത്ര പേരാണ് ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. 2,46,795 പേരാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 724/2024. ഇനി അടുത്തത് ഈ ഒരു മാസത്തിൽ കേരള PSC നിശ്ചയിച്ചിരിക്കുന്ന പരീക്ഷ ഏതാണ് നമുക്കൊന്ന് പരിശോധിക്കാം. അടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലോവർ ഡിവിഷൻ അക്കൗണ്ടന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് സിഡ്കോ. ഈ ഒരു എക്സാം 14-ാം തീയതിയാണ്, മെയ് മാസം 14-ാം തീയതി. ഈ ഒരു എക്സാമിലേക്ക് 11,504 പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിന്റെ സിലബസിന്റെ ലിങ്ക് ഒക്കെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെനോ ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 5, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഫോർ എക്സ് സർവീസ് മാൻ ഓൺലി, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 NCA ഫോർ LC ബാർ AI, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 NCA ഫോർ LC ബാർ AI. അതുപോലെ വിവിധ കാറ്റഗറിയിലേക്കാണ് അവിടെ പറയുന്നത്. ഈ പരീക്ഷകളെല്ലാം തന്നെ നടക്കാൻ പോകുന്നത് മെയ് മാസത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ മെയ് 2-ാം തീയതി എൻ്റെ ഹോൾ ടിക്കറ്റ് വരും. എക്സാം നിശ്ചയിച്ചിരിക്കുന്നത് മെയ് മാസം 16-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാസത്തിൽ, മെയ് മാസത്തിലാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. ഇനി മറ്റൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്, കുറേ ആൾക്കാർ എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി തസ്തികയിലേക്കുള്ള പരീക്ഷ. വിവിധ കാറ്റഗറിയിലായിട്ട് വിവിധ ജില്ലകളിലേക്കായിട്ട് വിളിച്ചിരിക്കുന്ന ഈ ഒരു പരീക്ഷയുടെ തീയതി 17/5/2025 ഇതിന്റെ ഹോൾ ടിക്കറ്റ് 3/5/2025 ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് കൺഫർമേഷൻ കൊടുക്കാം നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ. ഇതിനു മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയ ഡിവിഷണൽ അക്കൗണ്ടന്റ് ഒക്കെ ആണെങ്കിൽ തന്നെയും അത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ ചെന്ന് കൺഫർമേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ സിവിൽ എക്സൈസ് ഓഫീസ് ട്രെയിനി പരീക്ഷ നിശ്ചയിച്ചിരിക്കുന്നത് 17/5/2025 അതിന്റെ സിലബസും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈം ടേബിളിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു മാസത്തിലെ പ്രധാനപ്പെട്ട പരീക്ഷയായിട്ട് പരിശോധിക്കുന്നത് ഓഫീസ് അറ്റൻഡന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് മെയിൻ എക്സാം ആണ്. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, നമ്മളിപ്പോൾ പ്രിലിംസ് കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് വരുന്ന ദിവസങ്ങളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ റിസൾട്ട് നമ്മൾ പാസ്സായിട്ടുണ്ടെങ്കിൽ, ഷോർട്ട് ലിസ്റ്റിൽ നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന, എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സൂപ്പർ പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷ 2025 മെയ് മാസം 21-ാം തീയതിയാണ് ഈ ഒരു പരീക്ഷ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിന്റെ ഹോൾ ടിക്കറ്റ് 2025 മെയ് 7-ാം തീയതി ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ സിലബസും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു തീയതി കണക്കാക്കി നിങ്ങളുടെ ടൈം ടേബിളൊക്കെ ഒന്ന് നല്ല രീതിയിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ചോദിച്ചതായിരുന്നു എന്നാണ് സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻ എക്സാം വരിക എന്ന്. ഇപ്പോൾ അതൊരു കൺഫേം ആക്കിയിരിക്കുകയാണ്. 2025 മെയ് 21-ാം തീയതിയാണ്. ഇനി അടുത്തത് റിപ്പോർട്ടർ ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ളതാണ്. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്ന ഈ ഒരു പരീക്ഷ 9/5/2025 ഈ ഒരു ടൈം ടേബിൾ പ്രകാരം നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി ഡിഗ്രി ലെവൽ പ്രിലിം എക്സാം ആണ്. 2025 ഡിഗ്രി ലെവൽ പ്രിലിം എക്സാം SI, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകൾക്കുള്ള പ്രിലിം എക്സാം 1-ാം ഘട്ടം നിശ്ചയിച്ചിരിക്കുന്നത് 24/5/2025 അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് 2025 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള സൂപ്പർ പോസ്റ്റുകൾ ഉൾപ്പെടുന്ന, SI പോലുള്ള പോസ്റ്റുകൾ ഉൾപ്പെടുന്ന
പരീക്ഷ അതിന്റെ പ്രിലിമിനറി എക്സാം 2025 5/24 അതായത് മെയ് 24 തീയതിയാണ് ഒന്നാം ഘട്ടം നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുക്കേണ്ട സമയമാണ്. ഇപ്പോൾ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ കൺഫർമേഷൻ കൊടുക്കാം, എങ്കിൽ മാത്രമേ ഈ പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അടുത്ത എക്സാം എന്ന് പറയുന്നത് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്കുള്ള എക്സാമാണ്. ഈ ഒരു എക്സാം വരുന്നത്, അതായത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിവിധ കാറ്റഗറി ആയിട്ട് മെയില് ഫീമെയില് എല്ലാം കൂട്ടിയിട്ട് ആ ഒരു എക്സാം ഡേറ്റ് പറയുന്നത് 27/5/2025 ഇപ്പോൾ അതിന്റെ കൺഫർമേഷൻ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 2025 മെയ് മാസത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്ക് വിവിധ കാറ്റഗറി ആയിട്ട് വിളിച്ച പരീക്ഷയുടെ എക്സാം ഡേറ്റും വന്നിരിക്കുകയാണ്. ഇനി അടുത്തത് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, അത് വിവിധ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിവിധ കാറ്റഗറി ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ എക്സാം പറയുന്നത് 28/5/2025 28/5/2025 അപ്പോൾ അതിനും കൺഫർമേഷൻ കൊടുക്കണം. അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തത് മെഡിക്കൽ ഓഫീസർ ആയുർവേദ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ, അവരുടെ എക്സാം സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് നടക്കുന്നത്. ആ ഒരു എക്സാം 31/5/2025 എക്സാം നിശ്ചയിച്ചിരിക്കുന്നത്. അത് കൺഫർമേഷൻ ഇപ്പോൾ കൊടുക്കണം. അതിന് ശേഷമായിരിക്കും ഇത് OMR ആണോ ഓൺലൈൻ ആയിട്ടാണോ നടത്തുക എന്ന് പറയത്തുള്ളൂ. അതേപോലെ അതേ ദിവസം തന്നെയാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്കുള്ള ഫീൽഡ് അസിസ്റ്റന്റ് അതിന്റെ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് വരുന്നത്. ആ ഒരു എക്സാമും നിശ്ചയിച്ചിരിക്കുന്നത് ഈ 31/5/2025 അതിനും കൺഫർമേഷൻ കൊടുക്കണം. അതുപോലെ റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അതിന്റെ കൺഫർമേഷൻ കൊടുക്കണം. 31/5/2025 അതിന്റെയും പരീക്ഷയെ പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേറ്റർ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്ന എക്സാമാണ്. അതിന്റെയും പരീക്ഷ 31/5/2025 ഇതിന്റെ കൺഫർമേഷൻ എല്ലാം കൊടുക്കേണ്ട സമയമാണ് ഇപ്പോൾ 20/2/2025 മുതൽ 11/3/2025 വരെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത്. ഇതിനിടയിൽ കൺഫർമേഷൻ കൊടുക്കണം, കൊടുക്കാത്ത പക്ഷം എക്സാം എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ 2025 മെയ് മാസത്തിലെ പ്രധാനപ്പെട്ട എക്സാമുകളാണ് നമ്മളോട് പരിചയപ്പെടുത്തിയത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിഗ്രി ലെവൽ പ്രീലിയം എക്സാം, സിവിൽ എക്സൈസിന്റെ എക്സാം, അതേപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് OA മെയിൻ എക്സാം തുടങ്ങിയ പരീക്ഷകളൊക്കെ ഉള്ള നല്ലൊരു മാസമാണ്. അപ്പോൾ എന്തായാലും ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ മുന്നിലേക്ക് ഇപ്പോൾ എക്സാം തീയതി വന്നിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ടൈം ടേബിളൊക്കെ ഒന്നും കൂടെ സെറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒരു റിവിഷനൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ മറ്റ് ടോപ്പിക്കുകളൊക്കെ ആയിട്ട് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടുകൂട്ടാം. നന്ദി, നമസ്കാരം.